അപ്പം ഇന്ന് വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ലുലുവിൽ പോകുന്നുണ്ട്. ഇന്ന് മൺഡേ ആണ്. സോ ഞാനപ്പോൾ എഴുന്നേറ്റു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു രാത്രി. അതുകൊണ്ട് തന്നെ ഈ ചെടികളൊക്കെ മഴ പെയ്തിട്ട് ആകെ താഴ്ന്നു കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളത്തുള്ളികൾ കാണാൻ നല്ല രസമല്ലേ. മോർണിംഗ് നല്ല തണുപ്പായിരുന്നു ഇവിടെ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. പിന്നെ ചൂടുള്ള സമയത്ത് ഇതേമാതിരി ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. സോ അതുകൊണ്ട് ഞാൻ പുറത്തൊക്കെ ഇറങ്ങി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ആസ്വദിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെയും റൂമിലേക്ക് വന്നത്. അതിൻ്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞു. ഞാൻ പോയി കുളിച്ച് വന്നിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഹെയർ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സുകളൊന്നും ഇല്ലാത്ത എൻ്റെ ഉമ്മയുടെ ഡ്രസ്സ് എടുത്തിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് റെഡി ആവാം. ഞാൻ ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇനി മുടി ഒന്ന് ഉണങ്ങി കിട്ടണം, അത്രേ ഉള്ളൂ. മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ കാര്യമായിട്ടല്ല. പിന്നെ ആദ്യം മാല ഊരിയിട്ട് വേറെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതെനിക്കെന്തോ ഭംഗിയായിട്ട് തോന്നാത്തതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന ആ സെയിം മാല തന്നെയാണ് ഇട്ടത്. പിന്നെ എൻ്റെ മുഖത്തൊക്കെ നിറച്ച് പിമ്പിൾസ് വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഇടയ്ക്കിട്ട് പോവും, ഇടയ്ക്കിട്ട് വരും. അതേമാതിരിയാണ്. കുഴപ്പമില്ല. പിന്നെ മേക്കപ്പൊക്കെ ചെയ്തു. സിമ്പിളായിട്ടാണ് ചെയ്തത്. കാരണം നല്ല വെയിലുള്ള ആളാണ് പോണേ. ഹെവി മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് വെറുതെ ഫൗണ്ടേഷൻ എന്നിട്ട് ഒലിക്കണ്ടല്ലോ. ജസ്റ്റ് മോയ്സ്ചറൈസർ അതേപോലെ തന്നെ പൗഡർ മാത്രമാണ്. പിന്നെ നമ്മൾ അവിടെ എത്തിയത് ഉച്ച സമയത്താണ്. പിന്നെ പുറത്ത് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. എന്നിട്ടാണ് ലുലുക്ക് പോയത്. കാരണം ലുലു എത്തിയപ്പോഴേക്കും എല്ലാവർക്കും വിശന്നു. പിന്നെ ഞാനിത് അറിയാത്ത പോലെ കാണിക്കുന്നതാണ്. വീഡിയോ അവിടെ എടുക്കുന്നത് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ആക്ട് ചെയ്തതാണ്. പക്ഷെ എനിക്കിഷ്ടമായി. സൈഡിൽ ഫാൻ ഉണ്ടായിരുന്നു. സോ അത് നല്ല സുഖമായിരുന്നു. പിന്നെ നമ്മൾ ലുലുവിലേക്ക് കയറി. ലുലുവിൽ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇവിടേക്കൊക്കെ നടന്ന് എല്ലാവരും കൂടി ആയതുകൊണ്ട് നടന്നു കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആവശ്യമായി. പിന്നെ അവിടുത്തെ കുറച്ച് ക്ലിപ്പുകളൊക്കെ ഞാനത് കാണിക്കാം. ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് വെറുതെ എടുത്ത വീഡിയോ ആണ് കേട്ടത്. ഞങ്ങൾ കൂടുതൽ ഫോട്ടോസാണ്, വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി സത്യത്തിൽ. പിന്നെ ഈ റൈഡുകളൊക്കെ വെറുതെ കണ്ട് നമ്മൾ പൈസ ചിലവാക്കാൻ എന്തെങ്കിലും, കാരണം നല്ല പൈസയാണ്. സോ ഇതിലൊക്കെ കണ്ട് ഇങ്ങനെ വെറുതെ പോകുന്നു. ഫസ്റ്റൊക്കെ എനിക്ക് ഇതിനകത്ത് കയറാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് സത്യത്തിൽ കയറി കഴിഞ്ഞാൽ വയ്യ. ഇതിലൊക്കെ ഞാൻ പണ്ട് കയറേണ്ടത് സൂപ്പറായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കയറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തളർക്കും, ഛർദ്ദിക്കാനൊക്കെ വരും കേട്ടോ. ഭയങ്കര വൊമിറ്റിംഗ് ആയിട്ട് തോന്നും. പിന്നെ അമ്മ അതൊക്കെ കണ്ട് വെറുതെ ആൾക്കാരെയും വായ നോക്കി പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു കുട്ടി വ്ളോഗാണ്. വ്ളോഗൊന്നും പറയാൻ പറ്റില്ല, എല്ലാം കാണിക്കാത്തതുകൊണ്ട്. പിന്നെ ഇങ്ങനെ വെറുതെ ഒരു സമയത്ത് വെറുതെ ഇങ്ങനെ വീഡിയോ വെച്ചിരുന്ന് ഇങ്ങനെ എടുക്കണം എന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എനിക്ക് ഇങ്ങനെ എടുക്കാൻ എന്തോ പോലെയാണ്. പിന്നെ ആ സമയത്ത് മൂടുണ്ടായിരുന്നു. ഒന്നാമത്തെ അവിടെ എത്തിയപ്പോഴേക്കും ആവശ്യതയായി.